നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ഗോളടിച്ചു, സെമി ഫൈനലിൽ ഗോളടിച്ചു, ഫൈനലിൽ ഗോളടിച്ചു. കോപ്പ ഡി ഫ്രാൻസിൻ്റെ ഫൈനലാണെങ്കിൽ അതിലും ഗോളടിച്ചു. നമ്മൾ പറയുന്നത് ഒരു സ്ട്രൈക്കറെ കുറിച്ചല്ല, ഡിഫൻഡറെ കുറിച്ചാണ്. യെസ്, അഷ്റഫ് ഹക്കീമി. നോക്കുക, ഗോൾ ഇൻ UCL ക്വാർട്ടർ ഫൈനൽ, ഗോൾ ഇൻ UCL സെമി ഫൈനൽ, ഗോൾ ഇൻ കോപ്പ് ഡി ഫ്രാൻസ് ഫൈനൽ, ഗോൾ ഇൻ UCL ഫൈനൽ. ഫസ്റ്റ് പ്ലെയർ ടു എവർ സ്കോർ വേഴ്സസ് ഫോർമർ ക്ലബ് ഇൻ UCL ഫൈനൽ. യെസ്, ഇൻ്റർ മിലാന് വേണ്ടി കളിച്ചയാളാണ്. അവർക്കെതിരെ ഫൈനലിൽ ഗോൾ അടിച്ചിട്ട് ആ ആരാധകരോട് മാപ്പ് പറയുന്നത് നമ്മൾ കണ്ടു. സോ അഷ്റഫ് ഹക്കീമി ഒരു ഡിഫൻഡറാണ് എന്നുള്ളത് നിങ്ങളെ ഓർമ്മിപ്പിക്കാതെ വയ്യ. ഹക്കീമി ഈ സീസണിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ്, PSG അദ്ദേഹം എത്തിയിട്ട് കുറച്ച് സീസണുകളായി. ഇപ്പോൾ PSG കോച്ച് ലൂയിസ് എൻറിക്ക വന്നപ്പോൾ പല പ്രധാന താരങ്ങളെയും ഒഴിവാക്കി വിട്ടിരുന്നു. ആ കൂട്ടത്തിൽ മാർക്കോ വെരാറ്റിയെ പറഞ്ഞു വിട്ടിരുന്നു, നെയ്മർ ജൂനിയർ ഒഴിവാക്കിയിരുന്നു. അതിനു മുമ്പേ ലിയോ മെസ്സി എവിടം വിട്ടു പോയിരുന്നു. അപ്പോഴൊന്നും അഷ്റഫ് ഹക്കീമിയുടെ സ്ഥാനം ഇളകിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് കൃത്യമായി വ്യക്തമായി ലൂയിസ് എൻറിക്കയ്ക്ക് അറിയാമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഫലമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം നോക്കുക. 17 കളികൾ കളിച്ചിട്ട് 4 ഗോളുകളും 5 അസിസ്റ്റുകളും. 4 ഗോളും 5 അസിസ്റ്റും എന്ന് പറയുമ്പോൾ 9 ഗോൾ കോൺട്രിബ്യൂഷൻസാണ് ഡിഫൻഡറായ അഷ്റഫ് ഹക്കീമിയിൽ നിന്ന് വന്നിരിക്കുന്നത്. 6 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, 36 കീ പാസുകൾ കൊടുത്തു, 110 ബോൾ റിക്കവറീസ് അദ്ദേഹം നടത്തി, 37 ടാക്കിളുകൾ. അതായത് വിങ് ബാക്കായി കളിക്കുന്ന അഷ്റഫ് ഹക്കീമി അറ്റാക്കിലും ഡിഫൻസിലും ഒരുപോലെ മിന്നിക്കത്തിയിട്ടുണ്ട്. യെസ്, ഉറപ്പിച്ചു പറയാം, ഈ UCL കിരീടത്തിൽ, PSG ഈ UCL കിരീടത്തിനായി അഷ്റഫ് ഒഴുക്കിയ വിയർപ്പ് വെറുതെ ആയിട്ടില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.